കണ്ടാലേതോ ഗന്ധർവനാണെന്ന് തോന്നും. നമ്മുടെ പുതിയ MD മയൂർനാഥ്. അത്രയ്ക്ക് സുന്ദരനാണോ? ഇന്ന് ആബ്സെൻ്റ് ആവണ്ടായിരുന്നു തമ്പുരു. അതിനെന്താടി, ഇനി എന്നും കാണാലോ. അതുമാത്രവുമല്ല, സാറ് ഹൈസ്കൂളിൽ മാത്സ് ക്ലാസ് എടുക്കുമെന്നാ കേട്ടത്. അത് കേട്ടതും ജാനിയുടെ കണ്ണൊന്നു കുറുകി. ഞങ്ങളുടെ ക്ലാസ്സിൽ സാറ് ക്ലാസ് എടുത്താൽ മതിയായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഈ ഫീമെയിൽ ചാക്കോമാഷിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു. തമ്പുരു ജാനിയെ ഇടക്കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അതിനു മറുപടി എന്നോണം തമ്പുരുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അമർത്തി മൂളിക്കൊണ്ട് ജാനി മുറിയിലേക്ക് പോകാനൊരുങ്ങി. എൻ്റെ ജാനി ടീച്ചറേ, ചവിട്ടിത്തുള്ളി പോവാതെ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് പോ മെറിൻ. എന്താ നിന്റെ തള്ളി ഇനിയും ഞാൻ കേൾക്കാൻ നിൽക്കണോ? ജാനി ദേഷ്യത്തോടെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. അതെ, MD സാർ എന്ന ആരെയും പരിചയപ്പെട്ടില്ല മെറിൻ. അതെന്താ? നീ തന്നെയാ കാരണം. ഞാനോ? അതിന് ഞാനെന്ത് ചെയ്തു? നീ പ്രത്യക്ഷത്തിലൊന്നും ചെയ്തതല്ല, പക്ഷേ പരോക്ഷത്തിൽ നീയാണ് കാരണക്കാരി. എന്താന്ന്? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി. വേറൊന്നുമല്ല, നിനക്കിട്ട് ആ മനു ഒരു ഒന്നാന്തരം പാര വെച്ചു എന്ന്. ഇനി നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. ഇന്ന് മയൂർ സാറ് എല്ലാവരെയും കോൺഫറൻസ് ഹാളിലേക്ക് വിളിച്ചു. നമ്മുടെ സ്കൂളിലെ തൂപ്പുകാരി ചേച്ചി വരെ ഇന്ന് വന്നിരുന്നു. നീ മാത്രമേ ഇന്ന് ആബ്സെൻ്റ് ആയിരുന്നുള്ളൂ. സാറ് വന്നപാടെ ചോദിച്ചു എല്ലാവരും പ്രസൻ്റ് ആണല്ലോ എന്ന്. അപ്പോൾ ആ മനു വിളിച്ചു പറയുക മാത്സ് ടീച്ചർ ജാനകി വന്നിട്ടില്ല എന്ന്, അതായത് നീ ആബ്സെൻ്റ് ആണെന്ന്. അത് കേട്ടതും മയൂർ സാറിന് ദേഷ്യം വന്നു. എല്ലാവരും വന്നിട്ടേ മീറ്റിംഗ് തുടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞ് സാർ ഇറങ്ങിപ്പോയി. ആ വർമ്മ സാറാണെങ്കിൽ നിന്നെപ്പറ്റി അന്വേഷിക്കുന്നുണ്ടായിരുന്നു മെറിൻ. ആ മനു പാര വയ്ക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഏതായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോഴാണ് ഫ്ലാറ്റിൽ കോളിംഗ് ബെല്ലിൻ്റെ നാദം മുഴങ്ങിയത്. തമ്പുരു ഓടിച്ചെന്ന് വാതിൽ തുറന്നു. അത് മറ്റാരുമായിരുന്നില്ല, നമ്മുടെ ശ്രീറാം സാറും സാറിൻ്റെ അമ്മയും. അല്ല, നിനക്കൊന്ന് സുഖമില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ജാനി ഇന്ന് ലീവ് എടുത്തത്? എന്നിട്ട് നിനക്കൊരു കുഴപ്പവുമില്ലല്ലോ, തുള്ളിച്ചാടി നടക്കുന്നുണ്ടല്ലോ. എന്താണ് തമ്പുരുമോളെ, ചേച്ചിയും അനുജത്തിയും കൂടി പ്ലാൻ ചെയ്ത് ഇന്ന് ലീവ് എടുത്തതാണോ? ഫ്ലാറ്റിലേക്ക് കയറിയ പാടെ ശ്രീറാം തമ്പുരുവിനോട് പറഞ്ഞു. രാവിലെ കിടപ്പ് തന്നെയായിരുന്നു സാറേ, ഇപ്പോഴാണ് എണീറ്റ് നടന്നു തുടങ്ങിയത്. തമ്പുരുമോൾക്ക് ഈ അമ്മയെ മനസ്സിലായോ? അടുത്തു നിൽക്കുന്ന അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ശ്രീറാം പറഞ്ഞു. സാറിൻ്റെ അമ്മയാണോ? മിടുക്കി കുട്ടി, പെട്ടെന്ന് തന്നെ ഇവളെ ആളെ മനസ്സിലാക്കി കളഞ്ഞല്ലോ. എൻ്റെ പേര് ഇന്ദുമതി, ദാ ഇവൻ്റെ അമ്മയാ. അതിനു വലിയ മിടുക്കൊന്നും വേണ്ടല്ലോ, ഒരാളെ കണ്ടാൽ മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ എനിക്കുണ്ട്. അപ്പോഴാണ് അവിടേക്ക് മെറിനും ജാനിയും വന്നത്. ജാനിയെ കണ്ട പാടെ എൻ്റെ മോളെ എന്ന് വിളിച്ച് ആ സ്ത്രീ ഓടിച്ചെന്ന് ജാനിയെ കെട്ടിപ്പിടിച്ചു. ജാനിക്ക് എന്തോ അപ്പോൾ വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. റാമോൻ എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ പറയാനേ സമയമുള്ളൂ. ജാനകി, തമ്പുരു, ഈ 2 നാമങ്ങളാണ് അവൻ വീട്ടിൽ വരുമ്പോൾ അധികം ഉരിയാടാറ്. എങ്ങനെ പറയാതിരിക്കും? മഹാലക്ഷ്മി അല്ലേ എൻ്റെ മോള്. ആൻറ്റിക്ക് കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? മഹാലക്ഷ്മി ആണെന്ന് പോലും തമ്പുരു. ആൻറ്റിയോ? ഇനി ഞാൻ നിങ്ങളുടെ അമ്മയാ. ഇനി മുതൽ 2 പേരും എന്നെ അമ്മാന്ന് വിളിച്ചാൽ മതി. ശ്രീറാമിൻ്റെ ഭാര്യയ്ക്കും ഭാര്യയുടെ അനുജത്തിക്കുമെല്ലാം ഇനി മുതൽ ഞാൻ അമ്മയാണ്. ഇന്ദുമതിയുടെ സംസാരം കേട്ട് അമ്പരപ്പോടെ ജാനി ശ്രീറാമിനെ നോക്കി. ജാനിയുടെ നോട്ടം താങ്ങാനാവാതെ ശ്രീറാം താഴേക്ക് നോക്കി നിന്നു. നീ അവനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട മോളെ. ചങ്കിനുള്ളിലെ ഇഷ്ടം പുറത്തു പറയാതെ കൊണ്ടു നടക്ക എൻ്റെ മോൻ. നിന്നോട് പറഞ്ഞുകൂടെ എന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം അവനോട് പറഞ്ഞു. മോളെ കാണുമ്പോൾ അവന് പേടിയാ. 37 വയസ്സായെങ്കിലും വയസ്സിൻ്റെ പക്വതയൊന്നും അവനില്ല. അമ്മയെയും മകനെയും കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങൾ കുടുംബത്തോടെ ഇങ്ങനെയാണെന്ന് തമ്പുരു. ഈ അനിയത്തി പെണ്ണൊരു കാന്താരിയാണല്ലോ. തമ്പുരുവിൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്ദു അത് പുറത്ത് കാണിച്ചില്ല, വെറുതെ ചിരിച്ചു തള്ളി. അമ്മ ഇരിക്കി, ശ്രീറാം ഇരിക്കി, ജാനി ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞ് മെറിൻ അടുക്കളയിലേക്ക് പോയി. അമ്മ എന്നാ വന്നേ? ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ മോളെ. അപ്പോഴാണ് ഇവൻ പറയണത് നീ ഇന്ന് സ്കൂളിൽ വന്നില്ല എന്ന്. അപ്പം പിന്നെ മോളെ കാണാമെന്ന് കരുതി ഇറങ്ങിയതാ. പറ മോളെ, എന്താ നിന്റെ തീരുമാനം? ഞാൻ കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരിയാ. എൻ്റെ മകന് നിന്നെ ഇഷ്ടമാ, എനിക്കും.
അവന് നിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള മടി കൊണ്ടാ അവൻ എന്നെ കൊണ്ട് പറയിപ്പിക്കണത്. നിങ്ങൾ തുറന്നു ചോദിച്ചതുകൊണ്ട് ഉത്തരം തുറന്നു തന്നെ പറയാം. ശ്രീറാം സാറിൻ്റെ ഉള്ളിൽ എന്നോട് ഇതുപോലെ ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സാറിനെ നല്ലൊരു ഫ്രണ്ടായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. സാർ എന്നും എൻ്റെ നല്ല ഫ്രണ്ടായിരിക്കും. മറ്റൊരു ബന്ധത്തിനും എന്നെ നിർബന്ധിക്കരുതേ അമ്മേ. ഞാനീ അത് ഞാൻ അമ്മ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ അമ്മയെയും കൊണ്ടുവന്നത്. തനിക്കത് വിഷമായോ? ഇതിന് വിഷമിക്കണം. ഒരു കാര്യത്തിലേ എനിക്ക് ചെറിയൊരു വിഷമമുള്ളൂ. സാറിൻ്റെ മനസ്സിലുള്ള കാര്യം അമ്മയെ കൊണ്ട് പറയിപ്പിക്കേണ്ടിയിരുന്നില്ല. സാറിനെ മനസ്സിലാക്കുമെന്നാണ് ഞാൻ കരുതിയത്. അയ്യോ ജാനി, താൻ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. എന്ത് തെറ്റിദ്ധാരണ? ഒരു തെറ്റിദ്ധാരണയുമില്ല. സാർ ഇനിയും എൻ്റെ നല്ല ഫ്രണ്ട് മാത്രമായിരിക്കും. അപ്പോൾ മോൾക്ക് എൻ്റെ മോനെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? നിരാശയോടെ ഇന്ദു പറഞ്ഞു. എനിക്ക് ആ സ്കൂളിൽ വെച്ച് സാറിനെ മാത്രമേ ഇഷ്ടമുള്ളൂ. എന്തും പറയാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ട്. അതെന്നും അങ്ങനെ തന്നെയായിരിക്കും ജാനി. ജാനിയുടെ വാക്കുകൾ കേട്ട് ഇന്ദുവും ശ്രീറാമും നിരാശയോടെ ഇരുന്നു.